ഹായ് ഫ്രണ്ട്സ്, ട്രാൻസ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട് കേട്ടറ്റ് എക്സാമിനേഷൻ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ വാട്ട് ഈസ് ട്രാൻസ്ക്രിപ്ഷൻ? എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ? ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് RNA ഈസ് നോൺ ആസ് ട്രാൻസ്ക്രിപ്ഷൻ. അപ്പം ഇൻ പ്രോകാരിയോട്സ് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ ന്യൂക്ലിയസ്. In eukaryotes, transcription take place in the nucleus and translation take place in the cytoplasm. അങ്ങനെ പറഞ്ഞാൽ പ്രോകാരിയോട്സിൽ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും നടക്കുന്നത് ന്യൂക്ലിയസിലാണ്. പക്ഷേ ഇൻ യൂകാരിയോട്സിൽ ട്രാൻസ്ക്രിപ്ഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ ന്യൂക്ലിയസ് ആൻഡ് ട്രാൻസ്ലേഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ സൈറ്റോപ്ലാസം. ഇവിടെ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം യൂകാരിയോട്സിൽ എപ്പോഴും ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് ന്യൂക്ലിയസിലും ട്രാൻസ്ലേഷൻ നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണെന്ന് ഓർക്കുക. ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് RNA ഈസ് നോൺ ആസ് ട്രാൻസ്ക്രിപ്ഷൻ. എവിടെ നിന്നാണ് RNA ഫോം ചെയ്യുന്നത്? ഫ്രം ദ DNA ടെംപ്ലേറ്റ്. ദ എൻസൈം ഇൻവോൾവ് ഇൻ ട്രാൻസ്ക്രിപ്ഷൻ. ദ എൻസൈം ഇൻവോൾവ് ഇൻ ട്രാൻസ്ക്രിപ്ഷൻ ഈസ് RNA polymerase. During transcription, the site of DNA molecule at which RNA polymerase bind is the promoter region. Transcription ടൈമിൽ RNA polymerase DNA മോളിക്യൂളിലാണ് ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ എവിടെയാണ് ബൈൻഡ് ചെയ്യുക? പ്രൊമോട്ടർ റീജിയൻ. ദ ഇമ്പോർട്ടൻറ്റ് സീക്വൻസ് പ്രസൻറ്റ് ഇൻ ദ പ്രൊമോട്ടർ. പ്രൊമോട്ടറിലുള്ള ഇമ്പോർട്ടൻറ്റ് സീക്വൻസ് ആണ് ടാറ്റ ബോക്സ്. Stable binding of RNA polymerase at the promoter site is ensured by sigma factor. RNA polymerase സിഗ്മ ഫാക്ടറാണ് കറക്റ്റായിട്ട് ഈ RNA എവിടെ കൊണ്ടുവയ്ക്കും? പ്രൊമോട്ടർ സൈറ്റിൽ റെക്കഗ്നൈസ് ചെയ്യിപ്പിക്കും. അപ്പോൾ ദ സ്റ്റേബിൾ ബൈൻഡിങ് ഓഫ് RNA polymerase at the promoter site is ensured by sigma factor. നമുക്ക് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ RNA പോളിമറൈസ് പ്രൊമോട്ടറിനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് സ്ട്രാൻഡ് സിന്തസിസ് നടത്തും. സ്ട്രാൻഡ് സിന്തസിസ് നടക്കുന്നത് എങ്ങനെയാണ്? 5' to 3' ഡയറക്ഷനാണ്. ഇപ്പോൾ ടെർമിനേഷൻ പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇറ്റ് ഡിറ്റാച്ചസ് ആൻഡ് റിലീസ്ഡ് ആസ് RNA. This is how transcription taking place. See, promoter sequence is located at the 5' end of the structural gene. Promoter sequence is located at the 5' end of the structural gene. സ്ട്രക്ചറൽ ജീനിൻ്റെ 5' എൻഡിലാണ് നമ്മൾ പ്രൊമോട്ടർ സീക്വൻസ് കാണുന്നത്. അതുപോലെ തന്നെ ടെർമിനേറ്റർ സീക്വൻസ് എവിടെ കാണുന്നത്? ഇറ്റ് ഈസ് പ്രസൻറ്റ് അറ്റ് ദ 3' end of the structural gene. അപ്പം കൺഫ്യൂഷൻ ആവാൻ പാടില്ല. പ്രൊമോട്ടർ സീക്വൻസ് 5' എൻഡിലും ടെർമിനേറ്റർ സീക്വൻസ് 3' എൻഡിലുമാണ് കാണുന്നത്. The strand of double-stranded DNA which take part in transcription is called template strand or non-coding strand or sense strand എന്ന് പറയും. അപ്പം ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണെങ്കിൽ പോലും mRNA ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് ഒരു സ്ട്രാൻഡിൽ മാത്രമാണ്. ആ സ്ട്രാൻഡിന് പറയുന്ന പേരാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഓർ നോൺ കോഡിംഗ് സ്ട്രാൻഡ് ഓർ സെൻസ് സ്ട്രാൻഡ് എന്ന് പറയും. The strand of double-stranded DNA which take part in transcription is called template strand or non-coding strand or sense strand. ഇതിൽ 3 ഒബ്ജക്റ്റീവായി ചോദിച്ചാൽ മറക്കാൻ പാടില്ല. ഒന്നുകിൽ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്, അല്ലെങ്കിൽ നോൺ കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയും, ഓർ സെൻസ് സ്ട്രാൻഡ് എന്ന് പറയും. RNA polymerase binds to the promoter region. നമുക്കറിയാം RNA polymerase പോയിട്ട് പ്രൊമോട്ടർ റീജിയനിൽ ബൈൻഡ് ചെയ്യും. ആൻഡ് ഇറ്റ് സ്റ്റാർട്ട് സിന്തസൈസിങ് RNA സിന്തസൈസ് ചെയ്യും. ഏത് ഡയറക്ഷനിലാണെന്ന് ചോദിച്ചാൽ ഇൻ ദ 5' to 3' ഡയറക്ഷൻ. അപ്പോൾ RNA polymerase binds to the promoter region and starts synthesizing RNA in the 5' to 3' direction. The sigma factor which is used for promoter recognition is sigma 70. The sigma factor which is used for promoter recognition. You know that sigma factor is used for promoter recognition and that sigma factor is a sigma 70. 3 major types of RNA transcribed from DNA are
റൈബോസോമൽ ആർ എൻ എ, മെസ്സഞ്ചർ ആർ എൻ എ, ട്രാൻസ്ഫർ ആർ എൻ എ. 3 RNAസും DNA ട്രാൻസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതെല്ലാമാണ്? റൈബോസോമൽ ആർ എൻ എ, മെസ്സഞ്ചർ ആർ എൻ എ ആൻഡ് ട്രാൻസ്ഫർ ആർ എൻ എ. ടൈപ്സ് ഓഫ് ആർ എൻ എ പോളിമറേസ് ഇൻ യൂക്കാരിയോട്സ്. അപ്പോൾ യൂക്കാരിയോട്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർ എൻ എ പോളിമറേസ് ഉണ്ട്. ബട്ട് ദർ ഈസ് ഓൺലി സിംഗിൾ ആർ എൻ എ പോളിമറേസ് ഫൗണ്ട് ഇൻ പ്രോകാരിയോട്സ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആർ എൻ എ പോളിമറേസ്, സിംഗിൾ ആർ എൻ എ പോളിമറേസ് ആണ് പ്രോകാരിയോട്സിലുള്ളതെങ്കിൽ 3 തരം ആർ എൻ എ പോളിമറേസ് യൂക്കാരിയോട്സിൽ കാണപ്പെടുന്നു. ഏതെല്ലാം ആർ എൻ എ പോളിമറേസ്? ഫസ്റ്റ് ആർ എൻ എ പോളിമറേസ് ഫസ്റ്റ് എന്ത് ചെയ്യും? ട്രാൻസ്ക്രൈബ് റൈബോസോമൽ ആർ എൻ എ. ആർ എൻ എ പോളിമറേസ് സെക്കൻഡ് ട്രാൻസ്ക്രൈബ്സ് മെസ്സഞ്ചർ ആർ എൻ എ ആൻഡ് HNRNA അല്ലെങ്കിൽ ഹെട്രോന്യൂക്ലിയർ ആർ എൻ എ എന്ന് പറയും. ആർ എൻ എ പോളിമറേസ് സെക്കൻഡ് ട്രാൻസ്ക്രൈബ്സ് മെസ്സഞ്ചർ ആർ എൻ എ ആൻഡ് ഹെട്രോന്യൂക്ലിയർ ആർ എൻ എ. ആർ എൻ എ പോളിമറേസ് തേർഡ് ട്രാൻസ്ക്രൈബ്സ് ട്രാൻസ്ഫർ ആർ എൻ എ ആൻഡ് SNRNA അല്ലെങ്കിൽ സ്മോൾ ന്യൂക്ലിയർ റൈബോസോമൽ ആർ എൻ എ എന്ന് പറയും. അപ്പം ഇവിടെ ക്വസ്റ്റ്യൻസ് വരെ എങ്ങനെയാണെന്ന് വെച്ചാൽ tRNA is transcribed by which enzyme? എന്ന് വെച്ചാൽ RNA polymerase third. mRNA is transcribed by which RNA polymerase? RNA polymerase second. Ribosomal RNA is transcribed by RNA polymerase first. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഇത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ ആർ എൻ എ പോളിമറേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് DNA ഡിപ്പെൻഡൻറ്റ് ആർ എൻ എ പോളിമറേസ്. DNA ഡിപ്പെൻഡൻറ്റ് ആർ എൻ എ പോളിമറേസ് എന്ന് പറയുന്നതാണ് ആർ എൻ എ പോളിമറേസ്. അപ്പം ഇതാണ് 3 തരം ആർ എൻ എ പോളിമറേസ്. ആർ എൻ എ പോളിമറേസ് ഫസ്റ്റ്, ആർ എൻ എ പോളിമറേസ് സെക്കൻഡ്, ആർ എൻ എ പോളിമറേസ് തേർഡ്. ഇനി ആർ എൻ എ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ നടക്കുന്നുണ്ട് യൂക്കാരിയോട്സിൻ്റെ കേസിൽ. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.